കൊന്നിച്ചോ മിനസാൻ ഞാനും മിഷൻ്റെ സീസൺ 2 എപ്പിസോഡ് 49 എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് ഞാനും മിഷൻ്റെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ചാപ്റ്ററാണ് നമ്മളെ കത്തിരിക്കാനായിട്ട് പോകുന്നത്. സോ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ മറക്കണ്ട. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് ശക്തിയേറിയ ആ ഒരു ചുഴലിക്കാറ്റാണ് കാണാൻ സാധിക്കുന്നത്. നാശം, ഇതെന്തൊരു ചുഴലിക്കാറ്റാണ്! അതുകൂടാതെ മിന്നലുണ്ടല്ലോ, എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ. ഇതേ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവർക്ക് നിലത്ത് പോലും നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത്രയും ശക്തമായ ചുഴലിക്കാറ്റാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഈവൻ ഇയോൺ ചിയോൺ പോലും അവൻ്റെ 10,000 ആയിട്ടുള്ള ആ ഒരു വെയിറ്റ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുള്ളൂ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കുറച്ച് പ്രയാസമായിരുന്നു. എന്നാൽ പെട്ടെന്നാണ് അവൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ദ വിൻ വൈറ്റ് ടൈഗറിന്റെ ആ ഒരു ഹൃദയഭാഗം ഉണ്ടല്ലോ, അത് റീജനറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. അവന്റെ എനർജി കംപ്ലീറ്റ്ലി തീർന്നുവെങ്കിൽ അവൻ ഉറപ്പായിട്ടും റീജനറേറ്റ് ചെയ്യത്തില്ല. അതിനർത്ഥം അവൻ ഇപ്പോഴും ക്ലിയർലി ജീവനോടെ തന്നെയുണ്ട്. പെട്ടെന്നാണ് വേദന കൊണ്ട് അത് ഉച്ചത്തിൽ കിടന്ന് അലറിയത്. നമ്മുടെ ആ കിയോട്ടെ അവന്റെ രോമത്തിൽ പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇപ്പോഴും തെറിച്ച് പോകാത്തത്. അവനപ്പം പറയുകയും ചെയ്യും, ഇത് ഇതാ സമയത്തെ പോലെ തന്നെയാണ്. 100 വർഷത്തിന് മുമ്പ് അവൻ കംപ്ലീറ്റ്ലി റാമ്പേജ് ചെയ്തപ്പോൾ ഈ ഒരു സ്ഥലം കംപ്ലീറ്റ്ലി അവൻ ഡിസ്ട്രോയ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ നിന്റെ നിന്റെ കഴുത്തറുത്ത് മാറ്റാതെ നിന്നെ കൊല്ലാൻ സാധിക്കത്തില്ലല്ലേ. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ബ്ലേഡ് മാസ്റ്ററും മുകളിൽ നിപ്പുണ്ടായിരുന്നു. ഇതെന്തായാലും നല്ല കാര്യമായി. കോമ്പാക്ട് ഡിവൈൻ ആ ഒരു മിത്തിക്കൽ ക്രിസ്റ്റാണ് നോക്കാൻ നടത്തത്. എനിക്ക് ഡീമൺ ഗോഡിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാം. പെട്ടെന്ന് അവൻ കൈ ഉയർത്തിട്ട് പറയുകയും ചെയ്യും, ഡീമൺ ഗോഡ്, ഞാനിന്ന് നിന്നെ കൊന്ന് ഈ ഭാവിനെ തന്നെ ചേഞ്ച് ചെയ്യാനായിട്ട് പോകുവാണ്. എന്ത് ഭാവിനെയോ? അടുത്ത സെക്കൻഡ് അവൻ മാസീവ് ആയുള്ള ഒരു ഫോംലെസ് സോഡ് ക്രിയേറ്റ് ചെയ്ത് ഇയോൻ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അല്ല, അത് ആബ്സലൂട്ട് ഇന്നുള്ളത് കൊണ്ടാണോ ആ ഒരു ഫോംലെസ് ബ്ലേഡ് വരുന്ന എല്ലാ സ്ഥലവും ഫ്രീസ് ആകുവാണല്ലോ. പക്ഷേ അതേസമയം ഇവനൊരു പർട്ടിക്കുലർ പൊസിഷനിലേക്ക് മാറിയിരുന്നു. ഇത് കാണുന്ന നേരത്ത് അവൻ പറയും ചെയ്യും, അല്ല, ആ ഒരു ഫോം ഹെവൻലി ഡീമൺ സോഡാണോ? അദ്ദേഹത്തിന്റെ ആ റെക്കോർഡ്സ് പ്രകാരം വെച്ച് നോക്കാൻ നേരത്ത് ഡീമൺ ഗോഡിനെ എന്തായാലും എന്നെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, ദ ഹെവൻലി ഡീമൺ സോഡ് ടെക്നിക്കിനെ കൗണ്ടർ ചെയ്യാനുള്ള സോഡാട്ടും ഞങ്ങൾക്ക് നേരത്തെ അറിയാം. ഡീമൺ ഗോഡ് ആ ഒരു സോഡ് ആട്ടുണ്ടല്ലോ നിങ്ങളുടെ ഹെവൻലി ഡീമൺ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് ഞങ്ങളെ നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതേസമയം ഇയോൺ ഒരു ഫോംലെസ് സോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് ഫ്ലെയിംസ് ആണ്. എന്നിട്ട് അത് അവൻ്റെ നേരെ അയക്കുകയും ചെയ്തു. എന്ത് ബ്ലാക്ക് ഫ്ലെയിംസ് ഉള്ള ആ ഒരു ഫോംലെസ് ഉള്ള ബ്ലേഡോ? അവൻ്റെ ട്രൂ ക്യൂയെ ആ ഒരു ഫോംലെസ് ഉള്ള ബ്ലേഡിൽ കൊടുക്കാൻ സാധിക്കുമോ? പിന്നെ കാണുന്നത് അവരുടെ ഒരു ക്ലാഷ് ആണ്. അത് അതീവ ശക്തമാണെങ്കിലും അത് ക്യാൻസൽ ഔട്ട് ചെയ്യപ്പെട്ടു. പക്ഷേ ഇയോൺ അവിടെ കൊണ്ട് നിന്നില്ല. ആ ഒരു സോഡ് കൊണ്ട് തന്നെ അവൻ വീണ്ടും അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. നമ്മുടെ ബ്ലേഡ് മാസ്റ്ററിന് ചെറിയൊരു ഡൗട്ട് തോന്നി. അല്ല, ഇതെന്താണ്? ഇത് ശരിക്കും ഡിഫറെൻ്റ് ആണല്ലോ. ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. കണ്ടിട്ട് സുപ്രീം സേവർ ഡിവൈൻ ആർട്സും പിന്നെ ദ ഹെവൻലി ഡീമൺ സോഡായിട്ടും കമ്പൈൻ ചെയ്ത പോലെ. ഇത് ശരിക്കും ഡിഫറെൻ്റ് ആണ്. ആദ്യത്തിൻ്റെ റെക്കോർഡ്സിൽ ഇതിനെപ്പറ്റി പരാമർശിച്ചിട്ടില്ല. ഈ ഒരു സോഡായിട്ട് എനിക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റിയില്ല. ഇത് സുപ്രീം സേവറിനെ കംപ്ലീറ്റ്ലി ഡിഫീറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. നീ നീ ഇപ്പം എന്താണ് ഈ യൂസ് ചെയ്യുന്നത്? ഇതെന്ത് തരത്തിലുള്ള സോഡ് ആർട്ടാണ്? അതാണ് ഡീമൺ ഗോഡ് സോഡ് ആർട്ട്. ഡീമൺ ഗോഡ് സോഡ് ആയിട്ടോ? ഇതിനെപ്പറ്റി എങ്ങും പറഞ്ഞു കേട്ടില്ലല്ലോ. പെട്ടെന്ന് ഒരു വലിയൊരു ക്ലാഷ് ഉണ്ടാകും. ആ സമയത്ത് അവൻ പറയുകയും ചെയ്യും, തേർഡ് ഫോം ഹെവൻലി സ്ലേയിങ് ആബ്സലൂട്ട് ബ്ലേഡ്. അടുത്ത സെക്കൻഡ് അവൻ്റെ ഫോംലെസ് അല്ല ബ്ലേഡിനെ അത് കീറി മുറിച്ചോണ്ട് അവൻ്റെ നേരെ വരും. ഇതേ സമയത്ത് ആ ചുഴലിക്കാറ്റും അതീവ ശക്തിയെ തന്നെ കറങ്ങുന്നുണ്ടായിരുന്നു. നമ്മുടെ വിൻ വൈറ്റ് ടൈഗർ ഇതെല്ലാം കാണുകയും പിന്നെ അവൻ പാസ്റ്റിലേക്ക് ചെല്ലുകയാണ്. ഇത് ശരിക്കും ഏൻഷ്യൻ്റ് ആയുള്ള ഒരു മെമ്മറിയാണ്. ദ ഡിവൈൻ മൗണ്ടനിൽ ഞാൻ താമസിച്ചിരുന്ന ആ ഒരു സമയത്ത് പല യാത്രക്കാരും ഇവിടെ കൂടെ കടന്നു പോകുമായിരുന്നു. നമ്മുടെ സൗത്ത് വെസ്റ്റിലുള്ള പെൻസിൽ നിന്നുള്ള ആൾക്കാരും നോർത്ത് വെസ്റ്റിലുള്ള ആ ഒരു പ്ലെയിൻസിൽ നിന്നുള്ള ആൾക്കാരും എല്ലാവരും തന്നെ സ്ഥിരമായി തന്നെ ഈ വഴി പോകുമായിരുന്നു. ആ കൂട്ടത്തിൽ മാർഷൽ ആർട്സ് ഉണ്ടായിരുന്നു. ചിലവരൊക്കെ മോങ്സ് ആയിരുന്നു. എന്നാൽ അവരെല്ലാവരും ഇടയ്ക്ക് വന്നതിൽ അവരുടെ ട്രൂ ഡിസയർ എന്ന് പറയുന്നത് എൻ്റെ ട്രൂ ക്യൂയായിരുന്നു, എൻ്റെ സോഴ്സ് ഓഫ് എനർജി. ഞാൻ ജനിച്ച നാൾ മുതൽ ഓടി ഒളിച്ചിട്ടേ ഉള്ളൂ. എല്ലാവരും എൻ്റെ ക്യൂയ്ക്ക് വേണ്ടി പുറകെ വരികയായിരുന്നു. എന്നാൽ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത ക്യൂറ്റിൽ തന്നെ എൻ്റെ സ്പിരിച്വൽ എനർജിയൊക്കെ ഗ്യാദർ ചെയ്തിട്ട് തിരിച്ച് പോകണമെന്നാണ്. പക്ഷേ എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ് ഞാനൊന്നും ചെയ്യാണ്ട് പോലും അവരെല്ലാവരും എന്നെ ഇങ്ങനെ ഹണ്ട് ചെയ്യാൻ വരുന്നതെന്ന്. എനിക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അനാവശ്യമായിട്ട് വഴക്കിനോ ഒന്നും തന്നെ പോയില്ല. ചോര വീഴുന്നത് കാണാൻ എനിക്കും വലിയ താല്പര്യമില്ലായിരുന്നു. എൻ്റെ സ്പിരിച്വൽ എനർജി പീക്കിലേക്ക് എത്തിയപ്പോഴാണ് എനിക്ക് ആ ഒരു എബിലിറ്റി കിട്ടിയത്. എനിക്ക് മനുഷ്യരൂപം എടുക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ എൻ്റെ ട്രൂ ക്യൂയും പിന്നെ എൻ്റെ ടൈഗർ ഫോമും എനിക്ക് കംപ്ലീറ്റ്ലി ഹൈഡ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ സമയം കടന്നുപോയി. ഒരു പുതിയ വിൻഡ് വൈറ്റ് ടൈഗറും ജനിച്ചു. എനിക്ക് മനസ്സിലായിരുന്നു എൻ്റെ സക്സസറിനെ എല്ലാം കൈമാറിയിട്ട് ഞാൻ തിരിച്ചു പോകേണ്ട സമയമായിരുന്നു. എൻ്റെ ഇതിനു മുമ്പുണ്ടായ ആൾക്കാരിൽ നിന്ന് ഞാൻ പലതും പഠിച്ചിരുന്നു.
അത് മാത്രമല്ല ഇതുവരെ ആരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാത്ത എനിക്ക് ഒരു കൊച്ചിനെ നോക്കുന്നത് ശരിക്കും ഫണ്ണായുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ വിചാരിച്ചതിലും ഫണ്ണായിട്ട് തന്നെ. പക്ഷേ അവൻ കംപ്ലീറ്റ്ലി എനർജറ്റിക് ആയിരുന്നു. അതുകൊണ്ട് അനാവശ്യമായുള്ള എല്ലാ പ്രശ്നങ്ങളിലും അവൻ പോയി ചാടും. എന്റെ കണ്ണൊന്ന് വെട്ടിക്കഴിഞ്ഞാൽ അവൻ എല്ലാത്തിലും പോയി തലയിടുമായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു പുതിയതായിട്ട് ജനിച്ച പുലിക്കുട്ടി എന്ന രീതിയിൽ അവന്റെ ഇൻസ്റ്റിങ്സ് അവനെ വെറുതെ ഇരുത്തട്ടുമില്ല. പക്ഷേ ഒരു ദിവസം ഞാൻ എത്ര അന്വേഷിച്ചിട്ടും എനിക്ക് അവനെ കാണാൻ സാധിച്ചില്ല. കുറച്ചധികം ദൂരം വന്നതിന് ശേഷം ആ ഒരു നോർത്ത് എൻഡിൽ വെച്ചാണ് ഞാനത് കണ്ടത്. അവനെ കംപ്ലീറ്റ്ലി ആൾക്കാർ പൊതിഞ്ഞു കെട്ടിയിരുന്നു. ഞാൻ അവനോട് പലതവണ പറഞ്ഞിട്ടുണ്ട് മനുഷ്യരെ വിശ്വസിക്കല്, മനുഷ്യരുടെ അടുത്തേക്ക് പോകരുതെന്ന്. കാര്യം അവരുടെ ഡിസയർ നമുക്ക് നന്നായിട്ട് തന്നെ അറിയാം. പക്ഷേ എങ്കിലും അവൻ ശരിക്കും വീക്കാണ്. അതുമാത്രമല്ല അവനധികം എക്സ്പീരിയൻസും ഇല്ല. ഓടി രക്ഷപ്പെടാൻ പറ്റുമെന്നും തോന്നില്ല. ഞാൻ ഞാൻ എന്തായാലും ഇവിടെ ഇടപെടേണ്ടി വരും. മനുഷ്യർ, നിങ്ങളാണ് എനിക്ക് മറ്റേ ചാൻസ് തരാത്തത്. ഈ രക്തം വീഴുന്നത് നിങ്ങൾ കാരണമെന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഒരുത്തൻ നിലത്തേക്ക് വന്ന് വീണത്. നമ്മുടെ വിൻ വൈറ്റ് ടൈഗർ ഒന്ന് കണ്ട് ഞെട്ടി. നീ ആരാണ്? നിനക്ക് എന്താണ് വേണ്ടത്? പക്ഷേ പറഞ്ഞു തീരുന്നതിന് മുമ്പ് അവനൊരു അറ്റാക്ക് ചെയ്ത് രണ്ടുപേരെ ഡിഫീറ്റ് ചെയ്തു. അതിനുശേഷം ഒരു യൂണിക്കായുള്ള ബ്ലേഡ് മെത്തേഡ് യൂസ് ചെയ്ത് അവിടെ ഉണ്ടാകുന്ന എല്ലാവരെയും അവൻ കൊന്ന് കളയുന്നുണ്ട്. ആർക്കും തന്നെ ആ ഒരു ബ്ലേഡ് മെത്തേഡോ അവൻ ആരാണെന്നോ മനസ്സിലായില്ല. അവൻ പെട്ടെന്നാണ് അവിടേക്ക് വന്ന് അത്രത്തോളം മാർഷൽ ആർട്ടിസ്റ്റിനെ കൊന്നു കളഞ്ഞത്. അതും ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ. ഞാൻ ആദ്യം വിചാരിച്ചത് അവർ തന്നെ തമ്മിൽ തല്ലുവെന്നാണ്. പക്ഷേ എന്തൊരു റീസൺ കാരണം അവൻ കുറച്ച് ഡേഞ്ചറസ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അവന്റെ മാർഷൽ ആർട്സ് എന്ന് പറയുന്നത് ശരിക്കും ടോപ്പ് നോച്ചിലായിരുന്നു. ഈവൻ പീക്ക് സ്പിരിച്വൽ ക്യൂയിലുള്ള എനിക്ക് വരെ എന്റെ ലെവലിലാണ് അവനെന്ന് തോന്നിപ്പോയി. അതുകൊണ്ട് അവനെ ജഡ്ജ് ചെയ്യാനും എനിക്ക് സാധിച്ചില്ല. എനിക്ക് തന്നെ ഒരു സംശയം തോന്നി, അവനെങ്ങാനും ആ കൊച്ചിനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ? ഇതേ സമയത്ത് ആ ഒരു കുട്ടി വിൻവൈറ്റ് ടൈഗർ പേടിച്ച് വിറച്ച് അവിടെ നിൽക്കുവാണ്. പെട്ടെന്നാണ് അവന്റെ സുഖമുണ്ടെന്ന ആ ചോരയൊക്കെ അവൻ തെറിപ്പിച്ച് കളഞ്ഞത്. ആ നോയിന്റെ മക്കൾക്ക് എത്ര ധൈര്യം കൊണ്ടിട്ടാണ് ബേക്ക് ഡൂ മൗണ്ടല്ലേ ആ ഒരു ഗോഡിൻ സ്പീഡിന്റെ പുറകെ വന്നത്. ഇനി ആരെങ്കിലും ഈ ബേക്ക് ഡൂ മൗണ്ടയിലേക്ക് അവരുടെ കാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനെയും ഞാൻ കൊല്ലുന്നതായിരിക്കും. അന്നാണ് ഞാൻ ആദ്യമായിട്ട് അവനെ കണ്ടത്. അല്ല, നിനക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ അത് കേട്ടപ്പോ നമ്മുടെ ചെറിയ വിൻവൈറ്റ് ടൈഗർ ഒന്ന് പേടിച്ച്. ആ, എന്തായാലും സൂക്ഷിച്ചു നീക്കി, ഇനി മനുഷ്യരുടെ മുമ്പിൽ പോയി ചാടില്ലെന്ന് പറഞ്ഞ് അവനോടൊന്ന് പോവുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ ആ ഒരു കുഞ്ഞിന്റെ എസൻസ് കോറിന്റെ പുറകെ പോകുന്നതിന് പകരം അവൻ ബാക്കിയുള്ള മനുഷ്യരെ കൊന്നിട്ട് അവിടേക്ക് പോയി. അവൻ എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. നൂറ്റാണ്ടുകളായിട്ട് ഞാൻ ജീവിക്കുന്നു, എന്നാൽ ആദ്യമായിട്ടാണ് ഇത്ര വിയേർഡായിട്ടുള്ള ഒരുത്തിനെ ഞാൻ കാണുന്നത്. എന്റെ ക്യൂരിയോസിറ്റി അവൻ പിടിച്ചെടുത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ അവനെ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. അവൻ മിക്ക സമയത്തും ആ മൗണ്ടിൽ വെച്ചിട്ട് ട്രെയിനിങ് ചെയ്യാറാണ് പതിവ്. അതായിരുന്നു അവന്റെ യൂഷ്വൽ മെത്തേഡും. സത്യം പറഞ്ഞാൽ അവന് എന്നെ പറ്റിയുള്ള അഭിപ്രായം മാറിയേക്കൊള്ളാന്ന് എനിക്കുണ്ടായിരുന്നു. എങ്കിലും ഞാൻ അവനെ കണ്ടുകൊണ്ടേയിരുന്നു. അവൻ ശരിക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു മനുഷ്യനായിരുന്നു. ഞാൻ നിന്നോടൊക്കെ പറഞ്ഞതാണ് ഇവിടേക്ക് കാലെടുത്ത് വെക്കല്ലെന്ന്. അവിടേക്ക് വന്ന എല്ലാവരും തന്നെ അവൻ ഡിഫീറ്റ് ചെയ്യുമായിരുന്നു. പലരെയും മേഴ്സി പോലും കാണിക്കാതെ കൊല്ലുകയും ചെയ്തു. പക്ഷേ ആ ഒരു പെനിൻസുലയിൽ നിന്ന് വരുന്ന ആൾക്കാരെ മാത്രം അവൻ വെറുതെ വിട്ടു. പക്ഷേ പേടിപ്പിച്ചുകൊണ്ട് മാത്രമാണ് അവൻ കൊല്ലാൻ നേരത്ത് എന്തായാലും നോക്കിയും കണ്ടൊക്കെയാണ് കൊല്ലുന്നത്. 5 വർഷത്തോളം ഞാൻ അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ സമയമൊക്കെ കടന്നുപോയി. അവൻ മിക്കപ്പോഴും അവൻ്റെ ട്രെയിനിങ്ങിൽ തന്നെയാണ്. അവൻ്റെ ക്യൂ സർക്കുലേഷനും ബാക്കിയുള്ള ട്രെയിനിങ്ങിലും എങ്ങാനുള്ള വിൻ വൈറ്റ് ടൈഗറാട്ടെ അവനോട്ട് കുറച്ചുകൂടെ അടുത്ത് ഇടപെടാനൊക്കെ തുടങ്ങി. അവൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ എനിക്കെപ്പോഴും അവനെ വിശ്വസിക്കാൻ. അതുകൊണ്ട് തൽക്കാലം ഞാൻ അവനെ കണ്ടുകൊണ്ട്, ഡാ പുലി, നീ അവിടെ എന്ത് ചെയ്യുവാണ്? ഇവിടേക്ക് വാ, ഞാൻ എന്തായാലും ഒറ്റക്കാണ്, നമുക്ക് ഒരുമിച്ചൊക്കെ കുടിക്കാലോ. പക്ഷേ ഇത് കേൾക്കാൻ നേരത്ത് നമ്മുടെ വിൻ വൈറ്റ് ടൈഗർ നേരെ തിരിച്ചു നടന്നു. അല്ല, നീ എന്നെ ഇഗ്നോർ ചെയ്യുമല്ലേ? അതിനർത്ഥം നിനക്ക് എന്നെ മനസ്സിലാകുന്നുണ്ടല്ലേ? ഓ, അപ്പൊ ഇനി ബുദ്ധിയുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും നിന്നില്ല. കാര്യം ആദ്യമായിട്ടാണ് ഒരു മനുഷ്യൻ എന്റെ നേരെ സംസാരിക്കുന്നത്. അവൻ പറയുന്നതൊന്നും മനസ്സിലാകാത്ത പോലെ ഞാൻ അഭിനയിച്ചുകൊണ്ടേ മുന്നിലേക്ക് പോയി. അങ്ങനെ ഏകദേശം 1 മാസം കൂടെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞതല്ലേ, ഇവിടുത്തെക്കാള് ശരിക്കും ടേസ്റ്റിയാണ്. അതുമാത്രമല്ല, ഈ ഒരു മൗണ്ടിൽ നിന്ന് വരുന്ന ആ ഒരു സ്പ്രിങ്സ് ഉള്ളത് കൊണ്ടാണ് എന്ത് രസമാണ്. നീ കുടിച്ചോ, ഇഷ്ടത്തോളം കുടിച്ചോ. അവന്റെ ആർക്കും കൊള്ളാത്ത തമാശയും പിന്നെ ഈ ഒരു ആൽക്കഹോളൊക്കെ ഞാൻ എൻജോയ് ചെയ്യാനായിട്ട് തുടങ്ങി. അവനെപ്പോഴും കഥയും പറയുമായിരുന്നു. എന്നിട്ട് ഞാനൊക്കെ ഇങ്ങനോട് പറഞ്ഞു, ഈ വിഡ്ഢികളെയൊന്നും ആക്കില്ലെന്ന്. പക്ഷേ ഗൊറിയുടെ ക്ലോറി അത് തിരിച്ചു കൊണ്ടുവരണമെന്നും പറഞ്ഞു. എന്നാൽ ആര് കേൾക്കാൻ? ആ ഒരു സൗത്ത് ഇന്ത്യൻ പെൻസിലുള്ള അവൻ സോൾജിയർ എന്ന കഥയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ, നിനക്കൊന്നും മനസ്സിലാകത്തില്ലല്ലേ? അവൻ ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ല, അതാണ് പ്രശ്നം. ഇവനെല്ലാം മനുഷ്യരെ പോലെ തന്നെയാണ്, കംപ്ലീറ്റ്ലി കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ അന്നേ പറഞ്ഞാണ് അതെല്ലാം പ്രശ്നക്കാരാണെന്ന്. പക്ഷേ സത്യം പറഞ്ഞാൽ അതെല്ലാം എനിക്ക് നല്ല ഫണ്ണായിട്ടാണ് തോന്നിയത്. ലൈക്ക് നൂറ്റാണ്ടുകളായിട്ട് ആദ്യമായിട്ടാണ് ഇത്ര നല്ലൊരു റിഫ്രഷിംഗ് ഉള്ള ഫീൽ അതൊരു മനുഷ്യനിൽ നിന്ന്. അവനായിരുന്നു ഞാൻ ആദ്യമായിട്ട് മനുഷ്യരൂപം എടുക്കുന്നത് കണ്ടത്. ഹേ, നീ ദൈവം വല്ലാണോ? നീ ഒരു വലിയ ടൈഗറിൽ നിന്ന് നീ ഒരു മനുഷ്യരൂപം. അല്ല, നിനക്കിനി അങ്ങനെ ഒരു പെണ്ണായിട്ട് മാറാൻ. ആ സമയത്ത് വിൻവൈ ടൈഗർ മോടിച്ചു.
പറ്റത്തില്ലല്ലേ, കോപ്പ്. അവൻ്റെ ട്രെയിനിങ്ങിൽ ഇൻട്രസ്റ്റ് കാണിച്ച എനിക്ക് അവൻ അവൻ്റെ ബ്ലേഡ് ടെക്നിക്സൊക്കെ പറഞ്ഞു തന്നു. എന്നോട് പറഞ്ഞത് ഒരു മനുഷ്യന് പോലും ഇത് പറഞ്ഞു കൊടുക്കല്ലെന്നാണ്. പക്ഷെ കുഴപ്പമില്ല, നീ മനുഷ്യനല്ലല്ലോ, അതുകൊണ്ട് ഞാൻ നിന്നെ പഠിപ്പിക്കും. അതുമാത്രമല്ല ഞാനത് വളരെ നന്നായിട്ട് തന്നെ പഠിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവൻ പല കാര്യങ്ങളും എന്നെ പഠിപ്പിച്ചു. ഞാൻ പുതിയത് പലതും പഠിക്കുകയും ചെയ്തു. വീണ്ടും സമയം കടന്നുപോയി. അങ്ങനെ ഈ ഒരു സർക്കുലേഷൻ ടെക്നിക്കൊക്കെ ചെയ്യേണ്ട സമയമെത്തി. പക്ഷേ അവിടെ വെച്ചാണ് ഇൻട്രസ്റ്റിംഗ് അല്ല ഒരു സംഭവം ഉണ്ടായത്. ശരിയാണ് കേട്ടോ, ഇത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. നിനക്ക് ഓൾറെഡി നിന്റെ ചെസ്റ്റിലൊരു കോറുണ്ട്. ദേ ഇപ്പൊ നിന്റെ ഡാൻഡിയലിലും മറ്റൊരു കോർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടോ. ഒരു മിത്തിക്കൽ ക്രീച്ചറായ രീതിയിൽ എനിക്ക് ജനിക്കാൻ നേരത്ത് തന്നെ ഒരു കോർ ലഭിക്കും. പക്ഷേ ആ ട്രെയിനിങ് ഒക്കെ ഉള്ളത് കാരണം എനിക്കൊരു പുതിയ കോറും കിട്ടി. പക്ഷേ എന്തായാലും ഞാൻ ഹാപ്പിയാണ്. എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ട്രെയിൻ ചെയ്യാൻ പറ്റുമല്ലോ. അല്ലടാ, നിനക്ക് സുഹൃത്തുക്കളൊന്നുമില്ലേ? ഏതോ ഒരു പോയിന്റിലാണ് ഞാനത് അവനോട് ചോദിച്ചത്. പിന്നെ എനിക്കുണ്ട്, നിന്നോടാരാ പറഞ്ഞ എനിക്കില്ലെന്ന്? ആ ഒരു ദിവസം അവൻ ശരിക്കും ദേഷ്യപ്പെട്ടു. എന്നിട്ട് അവൻ നേരെ പോവുകയും ചെയ്തു. അതും മൗണ്ടനിൽ നിന്ന്. പക്ഷേ പിന്നെ അവൻ വന്നത് അവൻ്റെ ഒരു സുഹൃത്തായിട്ടാണ്. അതായിരുന്നു ആ ഇവി. അവൻ്റെ അത്രയും തന്നെ സ്ട്രോങ്ങർ ആയുള്ള ഒരു വ്യക്തിയായിട്ടായിരുന്നു അവൻ വന്നത്. സുജാങ്ങിൽ നിനക്കൊരു സുഹൃത്തുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നിനക്ക് സുജാങ്ങിലെ ആൾക്കാരെയൊന്നും അത്ര ഇഷ്ടമല്ലല്ലോ. ഏയ്, ഇവനൊരു എക്സെപ്ഷനാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്റെ ദൈവമേ, നീ എന്തൊക്കെയായി കാണുക? ഒരു മിത്തിക്കൽ ക്രീച്ചറായിട്ട് നീ സുഹൃത്തായി മാറിയോ? അവന്റെ പേര് ആക് യു എന്നായിരുന്നു. സത്യം പറഞ്ഞാൽ നല്ലൊരു മനുഷ്യനായിരുന്നു. അവന്റെ ശരീരത്ത് ഗുഡ് ഇളക്കുകയും മാത്രമേ ഉള്ളൂ. അതിലുപരി അവനും അവന്റെ സുഹൃത്തിനെ പോലെ തന്നെ വിൻ വൈറ്റ് ടൈഗർ ആയുള്ള എന്റെ എസൻസ് സ്കോറിനെ മോഹിച്ചത് പോലുമില്ല. എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമായിരുന്നു ഞങ്ങളെ ഒരുമിച്ചുണ്ടായിരുന്നത്. ഞങ്ങൾ നന്നായിട്ട് തന്നെ സന്തോഷത്തോടെ ആ ഒരു സമയം പങ്കിട്ടു. സത്യം പറഞ്ഞാൽ ഞാൻ തിരിച്ച് ഹെവൻസിലേക്ക് പോകുന്നതിന് മുമ്പ് അവിടുന്ന് കിട്ടിയ ഒരു സമ്മാനമായിട്ടാണ് ഞാൻ എന്നെ കണ്ടത്. എന്നാൽ അതെല്ലാം എന്റെ അസിസ്റ്റന്റിന്റെ ആ ഒരു ഡേറ്റ് വരെ ഉണ്ടായിരുന്നു. പിന്നെ കാണിക്കുന്നത് ആ ഒരു ദിവസമാണ്. അവൻ തിരിച്ചു പോകാൻ പറയപ്പെട്ട ആ ഒരു ദിവസം. അപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ പോകാൻ സമയമായി. ഇത് പ്രകൃതിയുടെ റൂളല്ലേ. ആ, നീ പേടിക്കണ്ട, നീ ചെല്ല്, ഞാൻ അവിടേക്ക് ഒട്ടനെ തന്നെ വരും കേട്ടോ. ഞാനും ട്രെയിൻ ചെയ്ത് ഞാനും നിന്നെ പോലെ അങ്ങോട്ട് വന്നേക്കാം. അല്ല, യങ് വൈറ്റ് ടൈഗർ അവൻ വരുന്നില്ലേ? കുഴപ്പമില്ല, അതിനോടെ കിടന്നോട്ടെ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നല്ല കരച്ചിലല്ലായിരുന്നു ഞാൻ പോകുന്നതുകൊണ്ട്. അതിൻ്റെ ഒരു സങ്കടമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഞാൻ പോയതിനു ശേഷം നിങ്ങളൊരു പാർട്ടിയൊക്കെ ചെയ്ത് അവനൊന്ന് റിഫ്രഷ് ചെയ്താൽ മതി. വേറെ വലിയ സീനൊന്നുമില്ല. എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴാണ് പെട്ടെന്ന് അവിടെ ഒരു വലിയൊരു സ്ഫോടനമുണ്ടായത്. അല്ല, ആരെങ്കിലും മൗണ്ടനിലേക്ക് വന്നോ? അതിലുപരി എനിക്കൊരു മിത്തിക്കൽ ക്രീച്ചറിനെ സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ. അത് മിത്തിക്കൽ ക്രീച്ചറല്ല, അതിന്റെ ക്യൂയാണ്. എന്റെ ഇൻസ്റ്റിങ്സ് പറയുന്നത് ഇത് ശരിക്കും ഡേഞ്ചറസ് ആണെന്ന്. നീ പേടിക്കണ്ട, ആ കാര്യം ഞാൻ നോക്കിയോളാം. നീ നിന്റെ ആ സെഷൻ മുടക്കണ്ട. പക്ഷേ സാഖ്യം, ആ ഒരു എനർജി ശരിക്കും ഡിഫിക്കൽട്ടാണ്. അതുമാത്രമല്ല ഒരു ഒമിനിയസ് ഉള്ള ഫീലിംഗ്. നീ എന്താണ് ഈ പറയുന്നത്? ഞാൻ ഈ ലോകത്തെ ഏറ്റവും ബെസ്റ്റ് മാർഷ്യൽ ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞത് ചുമ്മാതല്ലല്ലോ. നീ ധൈര്യമായിട്ട് പോയിട്ട് വാ എൻ്റെ സുഹൃത്തെ. ഈ കാര്യം ഞാൻ നോക്കിക്കോളാം. ആർക്കാണ് എന്നെ തൊടാൻ സാധിക്കുന്നത്? അതും പറഞ്ഞുകൊണ്ട് അവൻ ആ ഒമിനിയസ് ഉള്ള പ്രസൻസിലേക്ക് പോയി. ഉള്ളത് പറഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ്ലി ടെൻസ്ഡ് ആയിരുന്നു. അവൻ പോയിട്ട് കുറച്ചു നേരം ആകുകയും ചെയ്തു. പക്ഷേ അവൻ എൻ്റെ സുഹൃത്തായതുകൊണ്ട് അവൻ്റെ വാക്കിനെ ഞാൻ വിശ്വസിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ അസിസ്റ്റൻ വീണ്ടും ചെയ്യാനായിട്ട് തുടങ്ങി. പക്ഷേ അപ്പോഴാണ് ഒരു വലിയൊരു അലർച്ച അവൻ കേട്ടത്. അല്ല, ആ സൗണ്ട് എങ്ങള്ള വിൻ വൈറ്റ് ടൈഗറിന്റെ അല്ലേ? കേട്ടിട്ട് അവന് വേദന ഉള്ളത് പോലെ ഉണ്ട്. ആരെങ്കിലും ആ ഒരു എസൻസ് കോറിന്റെ പുറകെയാണെന്ന് പറഞ്ഞിട്ട് അവനാട്ടെ അവിടുന്ന് തിരിച്ചോടി. വിൻ വൈറ്റ് ടൈഗർ, നീ എന്ത് ചെയ്യുവാണ്? നിന്റെ അസോസിയേഷൻ അതിലും വലിയ കാര്യം ഇവിടെ നടക്കാൻ നിർത്തണോ? അതൊക്കെ പിന്നെ സാക്കിയങ്ങും പിന്നെ ആ കുഞ്ഞും അവൻ അപകടത്തിലാന്ന് പറഞ്ഞിട്ട് അവൻ നേരെ അവിടേക്ക് പാഞ്ഞു ചെന്നു. ആ കിയോ അവന്റെ കൂടെ ചെന്നു. ഇല്ലേ, അവിടെ ആ ഒരു ഫയർ എനിക്ക് കാണാൻ സാധിക്കും. കുഞ്ഞെ, സാക്യു, നിങ്ങൾ രണ്ടുപേരും സേഫ് ആയിട്ടിരിക്കണേ. പക്ഷേ പിന്നെ കാണുന്നത് ഒരു മിത്തിക്കൽ ക്രീച്ചറിന്റെ കോറും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അവനെയാണ്. അവർ കണ്ട കാഴ്ച അവരെ അത്ഭുതപ്പെടുത്തി കഴിഞ്ഞു. കാര്യം ആ ഒരു വിൻ വൈറ്റ് ടൈഗറിനെ അവൻ കൊന്ന് അവന്റെ മുമ്പിൽ നിൽക്കുന്ന ആ ഒരു വ്യക്തിയുടെ ആ ഒരു എസൻസ് സ്കോർ ഉണ്ടായിരുന്നു. അവന് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ ഒരു കുഞ്ഞു മാത്രമല്ലായിരുന്നു, സാക്കിയങ്ങും കൈയൊക്കെ മുറിഞ്ഞ് നിലത്ത് കിടക്കുകയായിരുന്നു. നീയാണല്ലേ ദ വിൻ വൈറ്റ് ടൈഗർ? പക്ഷെ നീ ഒരു മനുഷ്യരൂപം എടുത്തിരിക്കുവാണ്. രണ്ട് വിൻ വൈറ്റ് ടൈഗർ, അതൊരു റോയൽ തന്നെ. അത് ശരിക്കും ഡാ, ഓടി ഓടി രക്ഷോട്. അവൻ അവനൊരു മോൺസ്റ്ററാ. എന്നാൽ ആ സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇതേ സമയത്ത് അദ്ദേഹം പറയുകയും ചെയ്യും, ഇന്നത്തെ എന്തായാലും വളരെ നല്ലൊരു ഹാർവസ്റ്റ് ആയിരുന്നല്ലേ. അതിനുശേഷം സത്യം പറഞ്ഞ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ലായിരുന്നു. ആദ്യമായിട്ട് എന്നെ ദേഷ്യവും പകയും വെറുപ്പും എല്ലാം പൊതിഞ്ഞു മൂടി. ആ ഒരു മോൺസ്റ്റർ അവിടെ നിന്ന് പോയെന്ന് അറിഞ്ഞപ്പോഴേക്കും ചാക്ബായ് മൗണ്ടൻ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടിരുന്നു. അല്ല, ഞാൻ ആ കുഞ്ഞ് സാക്യം പെട്ടെന്നാണ് ആ ക്യൂ വന്ന് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തത്. അന്ന് എന്റെ മറ്റേ സുഹൃത്തല്ല ആ ക്യൂ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ബെർസറക്കി
നീ എന്ത് ചെയ്യുവാണ്? ഒന്നും മര്യാദക്ക് നിൽക്കുന്നുണ്ടോ? അവന്റെ അവസാന നിമിഷം നീ അവന്റെ കൂടെ കാണത്തില്ലേ? ഏ, അവൻ അവനിപ്പോഴും ജീവനോടെ ഉണ്ടോ? ആക്കിയോ പറഞ്ഞ പോലെ അവനെപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നു. സഖ്യു, ഡാ, ഹേ, ഞാൻ ഞാൻ വിചാരിച്ച് ഇന്ന് നല്ലൊരു ദിവസമായിരിക്കും എന്നാണ്. നീ നീ പോകുന്നത് കാണായിരുന്നല്ലോ. പക്ഷെ അതിനി ഇല്ല. നീ നീ മരിക്കാൻ പാടില്ല. നീ എന്തിനിങ്ങനെയൊക്കെ പറഞ്ഞ? നീ മരിക്കാൻ. പക്ഷേ അതിനുശേഷം അവൻ പെട്ടെന്നായിരുന്നു അവൻ്റെ കൈ കടിച്ച് കീറിയത്. എന്നിട്ട് അവൻ പണ്ട് കേട്ടൊരു കാര്യം ഓർക്കും. അതായത് ഈ മിത്തിക്കൽ ക്രീച്ചേഴ്സിൻ്റെ ബ്ലഡ്, അതായത് ബാക്കിയുള്ളവർക്ക് ട്രമൻഡസ് ആയുള്ള ക്യൂഐ ഹീലിംഗ് ഫാക്ടേഴ്സ് ഒക്കെ കൊടുക്കുമെന്ന്. അങ്ങനെ ആ ചോര അവൻ്റെ വായിലേക്ക് അവൻ ഇറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതായിരുന്നു ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അങ്ങനെയാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നത്.